Hello my dear student, welcome back to Learn and Grow. Today we are going to discuss 5th standard Science Chapter 4 Seeds of Life. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഓക്കെ, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സിലാണ് അത് ജെർമിനേറ്റ് ചെയ്യും അല്ലേ എന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായ ഘടകം എന്താണ്? വാട്ടർ അല്ലേ, വാട്ടറാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് വാട്ടർ ദ സീഡ് വോണ്ട് ജെർമിനേറ്റ് അല്ലേ. അപ്പം നോക്കാം. പ്ലാന്റ് മേക്ക് ദെയർ ഫുഡ് ഇൻ ദെയർ ലീവ്സ് ഡോണ്ട് ദേ. ഓക്കെ, അപ്പോൾ പ്ലാന്റ് അതിന് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ എങ്ങനെയാണത്? ലീഫിൽ വെച്ചിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. The food for the plant until the seed germinate and grows, a leaf is obtained from the cotyledon. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ് ഒരു സീഡ് പാകിയിട്ട് അത് ജെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന് അത്യാവശ്യമുള്ള ഘടകങ്ങളൊക്കെ കിട്ടുന്നത് മീൻസ് അതിന് വേണ്ട ഫുഡ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ ഒരു കോട്ടിലിഡൻസിൽ നിന്നാണ് അല്ലേ. നമ്മൾക്ക് പ്ലാന്റ്സ് ജെർമിനേറ്റ് ചെയ്യുമ്പോഴുള്ള പാർട്സ് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെ? റാഡിക്കൽ, കോട്ടിലിഡൻ ആൻഡ് പ്ലിമ്യൂൾ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനാവശ്യമുള്ള പ്രോട്ടീൻസ് ഫുഡൊക്കെ കിട്ടുന്നത് ഈ ഒരു കോട്ടിലിഡൻസിൽ നിന്നാണ്. അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഹൗ മെനി കോട്ടിലിഡൻസ് ഡസ് എ പി സി ഹാവ്? അപ്പോൾ ഒരു പി പ്ലാന്റിന് എത്ര കോട്ടിലിഡൻസ് ആണ് നമുക്ക് കണ്ടത്? 2 അല്ലേ. ഹാവ് യു ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ ദ കോട്ടിലിഡൻ ആസ് ദ പ്ലാന്റ് ഗ്രോസ്? അപ്പോൾ പ്ലാന്റ് ഗ്രോസ് ചെയ്യുന്നതനുസരിച്ച് ഈ കോട്ടിലിഡൻസിന് എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? അത് ആ കോട്ടിലിഡൻസ് ചെറുതായിട്ട് പിന്നെ അത് ഇവിടെ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ പയർ ചെടിക്ക് അല്ലെങ്കിൽ പീ പ്ലാന്റ്സിന് അല്ലേ എത്ര കോട്ടിലിഡനാണുള്ളത്? 2 അല്ലേ. അപ്പോൾ അത് ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് പുതിയ ഇലയൊക്കെ വരുമ്പോൾ ഈ കോട്ടിലിഡനിന് എന്താണ് സംഭവിക്കുക? അത് ചെറുതായിട്ട് പിന്നീട് അത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ ഈ സീഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ജെർമിനേറ്റ് ചെയ്യാൻ ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നത് ഈ കോട്ടിലിഡൻസ് ആണ്. ഓക്കെ, next, look at the cotyledon in a cone. Are there 2 cotyledon in cone as in the pea seed? ഓക്കെ, അപ്പോൾ ഇവിടെ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന പിക്ചർ കോണാണ്. കോൺ എന്ന് വെച്ചാൽ ചോളം അല്ലേ. അപ്പോൾ ഈ ചോളത്തിന് 2 കോട്ടിലിഡൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പീ പ്ലാന്റ്സ് പോലെ. there is only 1 cotyledon in cone. അപ്പോൾ ഈ ചോളം പ്ലാന്റ്സ് ഈ കോണിന് only 1 കോട്ടിലിഡൻസ് മാത്രമേ ഉള്ളൂ. എൻഡോസ്പേം ഈസ് ദ പാർട്ട് അറ്റാച്ച്ഡ് ടു ദ കോട്ടിലിഡൻ. അപ്പോൾ എൻഡോസ്പേം എന്ന് അവിടെ മാർക്ക് ചെയ്തിട്ട് കാണാം അല്ലേ. എൻഡോസ്പേം ആ ഒരു പാർട്ട് കോട്ടിലിഡനിൽ അറ്റാച്ച് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇൻ പ്ലാന്റ് വിത്ത് ഓൺലി 1 കോട്ടിലിഡൻ ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ എൻഡോസ്പേം. അപ്പോൾ ഇങ്ങനെ ഒരു ഒറ്റ കോട്ടിലിഡൻ മാത്രമുള്ള പ്ലാന്റ്സിൽ അതിനാവശ്യമുള്ള ഫുഡ് അത് ജെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനാവശ്യമുള്ളൊക്കെ ഫുഡ് കൊടുക്കുന്നതൊക്കെ ഈ എൻഡോസ്പേമിൽ നിന്നാണ്. അണ്ടിൽ ദ സീഡ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ ഇറ്റ്സ് ലീവ്സ്. ഓക്കെ, സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത് വരെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, ഈ കോൺ പ്ലാന്റ്സിന് ഒറ്റ കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒറ്റ കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. പിന്നെ എൻഡോസ്പേം എന്ന് പറയുന്ന ഭാഗം ഇതിൻ്റെ കോട്ടിലിഡനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എൻഡോസ്പേമിൽ നിന്നാണ് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്? ജെർമിനേറ്റ് സീഡ്സ് ഓഫ് ടാമറിൻ, ജാക്ക് ഫ്രൂട്ട്, കാഷ്യൂ, റൈസ് ആൻഡ് കോൺ. ഒബ്സർവ് ദ ചേഞ്ചസ് ദാറ്റ് സീഡ് അണ്ടർഗോസ് ആസ് ഇറ്റ് ജെർമിനേറ്റ്. ഓക്കെ, അപ്പോൾ ടാമറിൻ, ജാക്ക് ഫ്രൂട്ട്, കാഷ്യൂ, റൈസ്, കോണിൻ്റെ ഒക്കെ സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ ഉണ്ടാവുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഈ വിത്തിനൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ച് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.
അപ്പോൾ അടുത്തതായിട്ട് നോക്കാം സീഡ് ജെർമിനേഷൻ. എന്താണ് സീഡ് ജെർമിനേഷൻ? ദ സീഡ് ബിക്കം സോക്ഡ് ആൻഡ് ദ ഔട്ടർ ഷെൽ ബേഴ്സ്റ്റ്. ഫസ്റ്റ് ദ റാഡിക്കൽ ആൻഡ് ദെൻ എ പ്ലൂമ്യൂൾ എമേർജ്. ദ റാഡിക്കൽ ബിക്കം ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പിക്ചറിൽ കണ്ടിരിക്കുന്ന ഓരോ സ്റ്റേജസ് ഇല്ലേ, ആ സ്റ്റേജസ് തന്നെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് ആദ്യം സീഡ് ജെർമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദ സീഡ് ബിക്കം സോക്ഡ്, അല്ലേ, വിത്ത് കുതിർന്ന് അതിൻ്റെ പുറം തോട് പൊട്ടുന്നു, അല്ലേ, ബേസ്റ്റ് എന്ന് വെച്ചാൽ പൊട്ടുക. പിന്നെ ഫസ്റ്റ് ദ റാഡിക്കൽ, ആ റൂട്ടില്ലേ, ആ റാഡിക്കലാണ്. പിന്നെ ദെൻ പ്ലൂമ്യൂൾ എമേർജ് ചെയ്യും, അതിൽ നിന്ന് ബേസ്റ്റ് ചെയ്തിട്ട് ദ റാഡിക്കൽ ബിക്കം ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്. ആ റാഡിക്കൽ എന്തായിട്ട് മാറും? റൂട്ട് ഓഫ് ദ പ്ലാന്റ് ആയിട്ട് മാറും. ദെൻ ദ പ്ലൂമ്യൂൾ ബിക്കം ദ സ്റ്റം ആൻഡ് ലീഫ്. പ്ലൂമ്യൂള് സ്റ്റമ്മും ലീഫും ആയിട്ട് മാറും. ദ ഗ്രോയിങ് പ്ലാന്റ് കൺസ്യൂം ദ ഫുഡ് സ്റ്റോർഡ് ഇൻ ദ കോട്ടിലിഡൻസ് ഓർ എൻഡോസ്പേം അണ്ടിൽ ദ ഫോട്ടോസിന്തസിസ് ഫുള്ളി ഫങ്ഷണൽ. അപ്പോൾ ഈയൊരു പ്ലാന്റ് പൂർണ്ണതോതിൽ വലുതാവുന്നത് വരെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോസിന്തസിസ് നടക്കുന്നത് വരെ ഇതിന് ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ കോട്ടിലിഡൻസും എൻഡോസ്പേമും ആണ്, അല്ലേ. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. വൈ ഡു പ്ലാന്റ് സ്റ്റോർ ഫുഡ് ഇൻ സീഡ്? എന്തുകൊണ്ടാണ് സീഡിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന പ്ലാന്റ്സ്? എന്തിനാണ്? സീഡ് സ്റ്റോർ ഫുഡ് ടു ഹെൽപ്പ് ദ പ്ലാന്റ് ഗ്രോ ആൻഡ് ഡെവലപ്പ് ആൻഡ് ടു പ്രൊവൈഡ് ന്യൂട്രീഷൻ ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്, അല്ലേ. വാട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സീഡ് ഡു വി ഈറ്റ്? ഏതൊക്കെ സീഡ്സ് ആണ് നമ്മൾ ഈറ്റ് ചെയ്യുന്നത്? ഗ്രീൻ ഗ്രാം, ദെൻ പീ, ഒരുപാട് വിത്തുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ, ഒക്കെ നമ്മൾ ഈറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് പ്ലാന്റിങ് വിത്തൗട്ട് സീഡ്സ്. ആർ സീഡ്സ് ദ ഓൺലി പ്ലാന്റിങ് മെറ്റീരിയൽ യൂസ്ഡ്? അപ്പോൾ എല്ലാ വസ്തുക്കളും നമ്മൾ വിത്തുകളാണോ പ്ലാന്റിങ്ങിനായി യൂസ് ചെയ്യുന്നത്? വിത്ത് മാത്രം ഇട്ടാലാണോ പ്ലാന്റ് ഉണ്ടാകുന്നത്? വേറെ എന്തൊക്കെ പ്ലാന്റിങ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, നോക്കുന്നത്. ഇവിടെ കുറച്ച് എക്സാമ്പിൾ ചിത്രം 4.6 നോക്കിക്കോളൂ. ഹൈബിസ്കസ്, ക്യൂൻ ഓഫ് നൈറ്റ്, നിശാഗന്ധി, ദെൻ പഗോഡ ഫ്ലവർ, മിറാക്കിൾ ലീഫ് പ്ലാന്റ്. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഇൻ ദിസ് പിക്ചർ ഗിവ് റൈസ് ടു ന്യൂ പ്ലാന്റ്? അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റിനൊക്കെ ഏത് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാവാൻ സഹായിക്കുക? വിത്ത് ഇട്ടാൽ മാത്രമാണോ പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഹിബിസ്കസ് നമ്മൾക്കത് സ്റ്റെമ്മ് നട്ടാൽ, അല്ലേ, സ്റ്റെമ്മിലൂടെ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം, അല്ലേ. പിന്നെന്താണ് മിറാക്കിൾ ലീഫ് ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതെന്താണ്? അത് ലീഫിലൂടെ, അല്ലേ, പുതിയ ലീഫിലൂടെയും പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാം, അല്ലേ. അപ്പോൾ വിസിറ്റ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കളക്ട് ഇൻഫർമേഷൻ, ഗ്രോ പ്ലാൻ അതർ ദാൻ ഫ്രം സീഡ് ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് റെക്കോർഡ് ഇൻ ദ ഇൻഫറൻസ്. അപ്പോൾ നിങ്ങളൊരു ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ സന്ദർശിച്ച് വിത്തിൽ നിന്നല്ലാതെ വേറെ ഏതൊക്കെ ഭാഗത്തിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു സ്റ്റെമ്മിലൂടെ, പിന്നെ ലീഫിലൂടെ, അല്ലേ, ലീഫിലൂടെ. ഇവിടെ ഈ മിറാക്കിൾ ലീഫ് പ്ലാന്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ലീഫിൽ നിന്നും പുതിയ ചെടി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ എന്താണ്? സ്റ്റെം, അല്ലേ, സ്റ്റെം പറഞ്ഞു. പിന്നെ റൂട്ട്, അല്ലേ, അണ്ടർഗ്രൗണ്ട് റൂട്ട്. ഇപ്പോൾ ടാപ്പിയോക്ക, പൊട്ടാറ്റോ, അതൊക്കെ നമ്മൾ റൂട്ടിൽ നിന്നാണ് ഇത് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സീഡ്സ് ഇൻ മെനി പ്ലേസസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മരങ്ങളുണ്ടല്ലേ. എങ്ങനെയാണ് അവിടെ ഈ മരങ്ങളൊക്കെ മുളച്ചത്? ആരെങ്കിലും വിത്ത് പാകിയിട്ടാണോ? അല്ലെങ്കിൽ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ? അല്ലേ, എങ്ങനെയാണ്? അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സീഡ്സ് ഇൻ മെനി പ്ലേസസ്, വിത്തുകൾ പലയിടങ്ങളിൽ. എങ്ങനെയാണ് ഈ ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ വിത്ത് പലയിടങ്ങളിൽ പോയി വീണ്ടും അത് പുതിയ ചെടിയായി മുളക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണെന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, സീ ദ കൺവേഴ്സേഷൻ ബിറ്റ്വീൻ ദ മലബാർ പ്ലം ട്രീ ആൻഡ് ദ ബേർഡ്. അപ്പോൾ ഒരു മലബാർ പ്ലം, നാവൽ ട്രീയും ഒരു പക്ഷിയുമായിട്ടുള്ള ഒരു സംഭാഷണം ശ്രദ്ധിക്കൂ. ട്രീ, വൈ ആർ യു ഈറ്റിംഗ് മൈ ഫ്രൂട്ട്? അപ്പോൾ ട്രീ ചോദിക്കുകയാണ്, നീ എന്തിനാണ് എൻ്റെ പഴം കഴിക്കുന്നത്? അപ്പോൾ ബേർഡ്, ഐ ആം നോട്ട് ഓൺലി ഈറ്റിംഗ് യുവർ ഫ്രൂട്ട് ആൻഡ് സാറ്റിസ്ഫൈ മൈ ഹങ്ങർ. ഞാൻ നിൻ്റെ പഴം തിന്നുന്നത് എൻ്റെ വിശപ്പടക്കാൻ വേണ്ടി മാത്രമല്ല, ഐ ആം ഓൾസോ ക്യാരിയിങ് ദ സീഡ്സ് ടു മെനി പ്ലേസസ്. ഞാൻ നിൻ്റെ സീഡ്സ് മറ്റു പല പ്ലേസസിലും ക്യാരി ചെയ്യുന്നുണ്ട്.
ട്രീ. ഈവൻ ഇഫ് യു ആർ നോട്ട് ദെയർ വിൽ മൈ സീഡ് നോട്ട് ഫാൾ ഡൗൺ ആൻഡ് ജെർമിനേറ്റ്. അപ്പോൾ ചോദിക്കുകയാണ്, നീ ഇല്ലെങ്കിലും എൻ്റെ വിത്ത് താഴെ വീണ് മുളക്കില്ലേ? നീ ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയിടേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ബേർഡ് പറയുന്നത്, ഡു യു ഹാവ് എനഫ് സ്പേസ് ഫോർ സോ മെനി സീഡ്സ് ടു ഗ്രോ അണ്ടർ യു. അപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ ഇത്രയും അധികം വിത്തുകൾ താഴെ വീണിട്ട് അതിന് വളരാൻ നിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ സ്ഥലമുണ്ടോ അല്ലേ? എല്ലാ വിത്തും ഒന്നിച്ച് അവിടെ വീണാൽ അതിന് ഇനഫ് സ്പേസ് കിട്ടത്തില്ല അല്ലേ? ഇതിന് ഇനഫ് സ്പേസും കിട്ടത്തില്ല, ന്യൂട്രിയൻസും കിട്ടത്തില്ല, ഒന്നിച്ച് വളരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് ബേർഡ്സ് പറയുകയാണ് അല്ലേ. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ വിത്തുകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി വീണ് പുതിയ ചെടികൾ മുളക്കുന്നില്ലേ? അപ്പോൾ അതിന് നമ്മളെ ബേർഡ്സ്, പക്ഷികൾ ഒരു കാരണമാണ് അല്ലേ? ഇതുപോലെ വാട്ട് ക്രിയേച്ചർ ഡു യു നോ ദ ട്രാൻസ്പോർട്ട് പ്ലാന്റ് സീഡ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതുപോലെ വേറെ ഏതൊക്കെ ജീവികളെ നിങ്ങൾക്കറിയാം? സസ്യത്തിൻ്റെ വിത്തുകൾ പല സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ കൊണ്ടുവന്ന ബേർഡ്സ്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്ക്യൂറൽസ്. പിന്നെ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ സ്ക്യൂറൽ, പിന്നെ ബേർഡ്സ് ലൈക്ക് പാരറ്റ്, സ്പാരോ, അതൊക്കെ അല്ലേ. പിന്നെന്താണ്? അനിമൽസ് ഇപ്പം മങ്കീസ്, അതുപോലെ എലിഫൻറ്റ്, അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഈ പഴം കഴിക്കുമല്ലോ, ഫ്രൂട്ട് കഴിക്കുമ്പോൾ അവർ അങ്ങനെ കഴിക്കുമ്പോൾ അത് കാഷ്ടിക്കുന്ന സമയത്ത് അതിൻ്റെ വിത്ത് ഇങ്ങനെ പലയിടങ്ങളിലും വീണ് അതിൽ നിന്നും ചെടി മുളർച്ച് വരാറുണ്ട്. ഓക്കെ, പിന്നെ വണ്ടുകളിലൂടെ അല്ലേ, ബീറ്റിൽസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ role of human in delivering seeds to different places? Do organism alone distribute the seed? Discuss. അപ്പോൾ ഹ്യൂമൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആനിമൽസിൻ്റെയൊക്കെ പറഞ്ഞു. ഹ്യൂമൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിങ്ങനെ പുല്ലിലൊക്കെ നടക്കുമ്പോൾ നമ്മളെ ഡ്രസ്സിങ്ങിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു തരം വിത്തുകളെ നിങ്ങൾക്കറിയാം അല്ലേ, ഒരു മുള്ള് പോലെയുള്ള ഒരു സംഭവം. അപ്പോൾ അതിലൂടെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത് കൊണ്ടുപോയിട്ടും, പിന്നെ അത് ബൈ ത്രോയിങ് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട് കഴിച്ചിട്ട് അതിൻ്റെ വിത്ത് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയും അല്ലേ. അപ്പോൾ അതിലൂടെയൊക്കെ പുതിയ ചെടികൾ ഉണ്ടാവാൻ ഉള്ള ചാൻസസ് ഉണ്ട് അല്ലേ. നോക്കാം. സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ചസ് ഡിഫറെൻറ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത് എന്തിനെക്കുറിച്ചാണ്? സീഡ് ഡിസ്പേഴ്സൽ അല്ലേ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നതിനെ അല്ലേ, ഡിഫറെൻറ്റ് ലൊക്കേഷനിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്നതാണ് സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. വൈ സീഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്തിനാണ് ഈ വിത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത് അല്ലേ. ഇഫ് ഓൾ ദ സീഡ്സ് ഓഫ് പ്ലാന്റ് ഫോൾ ആൻഡ് ജെർമിനേറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ പ്ലാന്റ് ദേ വിൽ നോട്ട് ഗെറ്റ് ദ സോയിൽ, വാട്ടർ, സൺലൈറ്റ് ആൻഡ് മിനറൽസ് they need to grow, so the need have to be dispersed to many places. ഓക്കെ, നേരത്തെ നമ്മൾ ആ ബേർഡും ട്രീയും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ ആ കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഒരു ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ട്രീയിൽ നിന്നുള്ള വിത്ത് അവിടെ തന്നെ വീണ് മുളക്കുകയാണെങ്കിൽ അതിനാവശ്യമുള്ള സ്പേസോ സൺലൈറ്റോ വാട്ടറോ സോയിൽ ഒന്നും കിട്ടത്തില്ല അല്ലേ. എല്ലാം ഒന്നിച്ചിങ്ങനെ കൂടി എല്ലാം അത് എന്തായിപ്പോവും, ഒരു ശരിക്ക് വളരാൻ പറ്റാത്ത അവസ്ഥയായി പോവും. അതുകൊണ്ടാണ് ദിസ് സീഡ് ഹാഡ് ടു ബി ഡിസ്പേഴ്സ്ഡ് ഇൻ മെനി സ്പേസ്. അതിന് അങ്ങനെ എല്ലായിടത്തും പോയിട്ട് പല സ്ഥലത്തിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ റീസൺ വൈ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ വൺ റീജിയൻ ആൻഡ് വൺ പ്ലാന്റ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് റീജിയൻ. അപ്പോൾ അതുകൊണ്ടാണ് വിവിധ സസ്യങ്ങൾ ഇങ്ങനെ ഒരു പ്രദേശത്ത് കാണപ്പെടും അല്ലേ. അപ്പോൾ മറ്റു പ്രദേശങ്ങളൊക്കെ കാണപ്പെടുന്നത് ഇത് മൂലമാണ്, ഇങ്ങനെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് മൂലമാണ്. ഇനി അഡാപ്റ്റേഷൻ ഫോർ സീഡ് ഡിസ്പേഴ്സൽ നോക്കാം. ഹൗ ഡസ് കോക്കനട്ട് അഡാപ്റ്റ് ഫോർ ഫ്ലോയിങ് ത്രൂ ദ വാട്ടർ. ഓക്കെ, അപ്പോൾ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഈ തേങ്ങയുടെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈവൻ ഇഫ് ഇറ്റ് റിമൈൻസ് ഇൻ ദ വാട്ടർ ഫോർ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ നോട്ട് റോട്ട്. അപ്പോൾ ഇതിങ്ങനെ എത്ര ദിവസം വെള്ളത്തിൽ കിടന്നാലും, കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ഇത് എന്താവില്ല, ചീഞ്ഞു പോകത്തൊന്നുമില്ല അല്ലേ. നെക്സ്റ്റ്, ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ദ വാട്ടർ ആസ് ദ ഹസ്ക് ഫിൽഡ് വിത്ത് എയർ. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിലൂടെ ഫ്ലോട്ട് ചെയ്യും അല്ലേ, പൊങ്ങി നിൽക്കും. എന്തുകൊണ്ടാണ്? കാരണം അതിൻ്റെ ഉള്ളിൽ ചകിരി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും ചീഞ്ഞു പോകത്തില്ല. അതാണ് ഇതിൻ്റെ
അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വാട്ട് കുഡ് ബി ദ റീസൺ ബിഹൈൻഡ് അപ്പൂപ്പൻ താഡീസ് ഫ്ലൈയിങ് ഇൻ ദ വിൻഡ്? അപ്പൂപ്പൻ താടിയുടെ ഇംഗ്ലീഷ് മിൽക്ക് വീഡ് പാപ്പൂസ് എന്നാണ്. അപ്പോൾ ഈ അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്ന് കളിക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത് പാറിക്കളിക്കാൻ കാരണം? അല്ലേ, നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഇതിൻ്റെ മരമുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മുടെ വീടിനടുത്തൂടെ പറന്ന് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? കാരണം ഇറ്റ് ഈസ് വെരി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അല്ലേ, അതിന് വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ പാറിക്കളിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഇതിന് പറക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ ഹെയർ ലൈക്ക് പാർട്ടും ഇതിൻ്റെ കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ ദാറ്റ് ഹെൽപ്പ് ടു ഫ്ലൈ. ഓക്കെ, വാട്ട് ആർ ദ ഫ്രൂട്ട് അറൗണ്ട് യു ദ ആനിമൽസ് ആൻഡ് ബേർഡ് ഇറ്റ്? അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊക്കെ ഫ്രൂട്ട്സ് ബേർഡ്സും ആനിമലൊക്കെ കഴിക്കാറുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ ചുറ്റുപാടുമുള്ളതെന്ന് വെച്ചാൽ ഗുവാവ അല്ലേ, പേരക്ക, പപ്പായ, മാംഗോ, ജാക്ക് ഫ്രൂട്ട് അല്ലേ, ഇതൊക്കെ ആനിമൽസും ബേർഡ്സും ഒക്കെ കഴിക്കാറുണ്ടല്ലേ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഫ്രൂട്ട് ഫോർ അട്രാക്റ്റിംഗ് ബേർഡ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബേർഡ്സിനും ഒക്കെ ഈ ഫ്രൂട്ട്സൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നത്? എന്താക്കാണ്? ഒന്ന് കൊടുത്തിട്ടുണ്ട് ഫ്ലഷി പാർട്ട്, അതിന് നല്ല കാമ്പുണ്ട് അല്ലേ, അതാണ് ഫ്ലഷി പാർട്ട്. പിന്നെ എന്താ നമുക്ക് പറയാം? അതിൻ്റെ ഫ്രാഗ്രൻസ് അല്ലേ, മണം, പഴുത്താൽ നല്ല മണമായിരിക്കും അല്ലേ. പിന്നെന്താണ്? കളർ അല്ലേ, അതിൻ്റെ കളർ. പിന്നെ സൈസ്, പിന്നെന്താണ്? സ്വീറ്റ്നെസ് അല്ലേ, അതിൻ്റെ മധുരം. ഇതൊക്കെ ബേർഡ്സിനെ ആകർഷിക്കും. ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് സം നോൺ എഡിബിൾ ഫ്രൂട്ട് ഹാവ് പാർട്സ് ദാറ്റ് ഹെൽപ്പ് ദം സ്റ്റിക്ക് ടു അതർ തിങ്സ്? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ചില നോൺ എഡിബിൾ എന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റാത്ത, എഡിബിൾ മീൻസ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, നോൺ എഡിബിൾ കഴിക്കാൻ പറ്റാത്ത ഫലങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത് ഇങ്ങനെ മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. ഇറ്റ് ഈസ് സ്റ്റിക്ക് ടു അതർ തിങ്സ്. ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. ലവ് ഗ്രാസ്. ഈ ലവ് ഗ്രാസ് നമുക്ക് ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മറ്റ് സാധനങ്ങളിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ക്ലോത്തിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ ഇതുണ്ട്. അപ്പോൾ ഹൗ ഡു ദിസ് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ദ സീഡ് ഡിസ്പേഴ്സൽ? അപ്പോൾ ഈ അനുകൂലനങ്ങൾ, ഈ വിത്ത് വിതരണം എന്ന് വെച്ചാൽ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ടുള്ള സഹായമാകുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ അല്ലെങ്കിൽ വേറെ ആനിമൽസിൻ്റെ ബോഡിയിലൊക്കെ അത് പറ്റിപ്പിടിച്ചാൽ അത് വേറെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കുടഞ്ഞാൽ അവിടെ അത് വീണ് പുതിയ ചെടിയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇനി വാട്ട് പ്ലാന്റ്സ് ഡു യു നോ ദാറ്റ് ബേഴ്സ്റ്റ് ആൻഡ് റിലീസ് സീഡ് വെൻ ദേ റിപ്പൺ? അത് പാകമാകുമ്പോൾ അല്ലെങ്കിൽ പഴുത്താൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്ത ഏതെല്ലാം സസ്യങ്ങളെ നിങ്ങൾക്കറിയാം? അപ്പോൾ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. റബ്ബർ, പിന്നെ ഏതാണ്? ബൽസാം. ഈ ബൽസാം പ്ലാന്റ് നമുക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ തൊടിയിലൊക്കെ ധാരാളമായിട്ട്. അത് നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ആ വിത്ത് ഇങ്ങനെ പെട്ട് അതിങ്ങനെ ബേഴ്സ്റ്റായിട്ട് അതിൻ്റെ വിത്ത് റിലീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതിൻ്റെ ആ വിത്ത് ബേസ്റ്റ് ചെയ്താൽ അതിങ്ങനെ തിറച്ച് കുറച്ച് ദൂരത്തൊക്കെ വ്യാപിച്ചു പോകും അല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ പുതിയ ചെടിയൊക്കെ മുളക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒബ്സർവ് യുവർ സറൗണ്ടിങ്, ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്, റൈറ്റ് ദം ഡൗൺ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിച്ച ഈ സീഡ് ഡിസ്പേഴ്സലിനുള്ള രീതി ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഒന്ന് കാറ്റിലൂടെ, ത്രൂ ദ വിൻഡ്. അപ്പോൾ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് മിൽക്ക് വീഡ് പാപ്പൂസ്, ദാറ്റ് മീൻസ് അപ്പൂപ്പൻ താടി അല്ലേ. പിന്നെ ഏതൊക്കെയാണ്? വിൻഡിലൂടെ, കാറ്റിലൂടെ പറന്നു പോകുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ത്രൂ വിൻഡിലൂടെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് ഒന്ന് മിൽക്ക് വീഡ് പാപ്പൂസ് അല്ലേ, അപ്പൂപ്പൻ താടി നേരത്തെ നമ്മൾ കണ്ടു. പിന്നെ ഡാൻഡലിയൻ എന്ന് വെച്ചാൽ ഈ അപ്പൂപ്പൻ താടി പോലെ ചെറിയതായിട്ടുള്ള ഈ പിക്ചറിൽ കാണുന്നില്ലേ, ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഒന്ന് മഹാഗണി, അതിൻ്റെയും കുറച്ച് വിൻഡിലൂടെയാണ് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. ഓക്കെ, പിന്നെ ത്രൂ വാട്ടർ, നേരത്തെ നമ്മൾ പറഞ്ഞു കോക്കനട്ട്, പിന്നെ ലോട്ടസ്, വാട്ടർ ലില്ലി അല്ലേ, അതൊക്കെ വാട്ടറിലൂടെയാണ് നമ്മൾ കാരണം പറഞ്ഞു. ദേ ഡോണ്ട് റോട്ട് വെൻ ദേ ആർ ഇൻ ദ വാട്ടർ ഫോർ ഫ്യൂ ഡേയ്സ് ആൻഡ് ഫ്ലോട്ട് ഓൺ ദ വാട്ടർ അല്ലേ. വാട്ടറിൽ കുറച്ച് ദിവസം കിടന്നാലും അത് ചീഞ്ഞു പോകത്തില്ല, അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. പിന്നെ ബേസ്റ്റിംഗ് ഏതൊക്കെയാണ്? റബ്ബർ, ലേഡീസ് ഫിംഗർ, ഇംപേഷ്യൻ, ബാൽസാം. ഈ പ്ലാന്റ്സ് ഒക്കെ അല്ലേ, അതിൻ്റെ സീഡ് ഇങ്ങനെ പൊട്ടി ഇത്രയ്ക്ക് ബേസ്റ്റ് ആവും അല്ലേ. ഓക്കെ ഡിയർ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.